കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സന്ദേശം മറക്കരുത്. നാവാകുന്ന ചുക്കാൻ കൊണ്ട് ജീവിതത്തിൻ്റെ ഗതി തിരിച്ചുവിടാം. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതം വലിയ കൊടുങ്കാറ്റും തിരമാലയിലും പോകുന്നൊരു കപ്പൽ പോലെയാണെങ്കിൽ, അതെ, തിരുവചനം പറയുന്നു നമ്മുടെ വിശ്വാസ ജീവിതം ഒരു കപ്പൽ യാത്രയാണ്. നാവ് അതിൻ്റെ ചുക്കാനാണ്. കർത്താവിലുള്ള നമ്മുടെ പ്രത്യാശ നങ്കൂരമാണ്. യേശു ക്രിസ്തുവിൽ പ്രത്യാശയോടെ നങ്കൂരമിട്ട് ഉറപ്പിച്ച ഒരു കപ്പൽ. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വചനം ഉപയോഗിക്കുന്ന നാവുള്ള ഒരു ചുക്കാനുള്ളൊരു വ്യക്തി തൻ്റെ ജീവിതം ഒരിക്കലും തകരത്തില്ല. സ്പീഡിൽ അതിശീഘ്രം നമ്മൾ ഓടിക്കുന്ന കാറ് ഒരു സൂപ്പർ ഹൈവേയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലിരിക്കുന്ന ആരും സ്റ്റിയറിങ്ങെ തൊട്ട് കളിക്കാൻ നമ്മളെ സമ്മതിക്കത്തില്ല. അപകടമാണ്. അതുപോലെയാണ് നമ്മുടെ നാവ്. ചുമ്മാ വല്ലവരും പറയുന്ന വാക്കുമൊക്കെ ഏറ്റു പറഞ്ഞ് നടക്കാൻ പാടില്ല. അത് ഈ പറയുന്ന സ്പീഡിലോടുന്ന വണ്ടിയുടെ സ്റ്റിയറിങ് അടുത്തിരിക്കുന്ന കുഞ്ഞിന് കളിക്കാൻ കൊടുത്തതിനേക്കാൾ അപകടമാണ്. നമ്മുടെ നാവ് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ദൈവവചനത്താൽ നിയന്ത്രിതമായിരിക്കട്ടെ. യേശു ക്രിസ്തു ഉള്ളിൽ വാസം ചെയ്യുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എത്ര തിരമാല അടിക്കുന്ന കപ്പലായാലും അതിൻ്റെ ഗതി നേരെ കൊണ്ടുവരും. സോ വചനത്തിലേക്ക് നോക്കുക. നല്ല മുന്തിരി വള്ളിയാ നിന്നിൽ ചേർന്ന് ജീവിക്കുവാ. നല്ല മുന്തിരി വള്ളിയാ നിന്നിൽ ചേർന്ന് ജീവിക്കുവാ. അധികം ഞാൻ ഫലം തരുവാ. എന്നെ പണിയണമേ. അധികം ഞാൻ ഫലം തരുവാ. ശക്തി എന്നെ പണിയണമേ. ഇനിയും നിന്നോട് പറ്റിച്ചേരാ ആത്മമാരിയാൽ ആദ്യ സ്നേഹം എന്നിൽ പകർന്നു അത്ഭുത ഇപ്പോൾ ഇവിടെ വെച്ച് ഞാനും നിങ്ങളും മനഃപൂർവ്വമായി കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിക്കണം, എൻ്റെ നാവിനെ പിശാചെടുക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നിന്റെ നാവ് അത്ഭുതമാണെന്ന് നിനക്കറിയില്ലായിരിക്കാം. പിശാചിന് നന്നായിട്ടറിയാം. നിന്റെ വീട് എത്ര കുഴഞ്ഞതായിക്കൊള്ളട്ടെ, സ്തോത്രം മാത്രം പറയുന്നൊരു നാവാണോ, നിന്റെ ജീവിതകാലത്ത് തന്നെ നിന്റെ കൺമുന്നിൽ തന്നെ ആ ഭവനം അത്ഭുത ഭവനമാവും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വന്ന ചില ഭവനങ്ങൾ, കർത്താവ് ഉപയോഗിച്ച ദൈവദാസന്മാർ, രോഗികളെ സൗഖ്യമാക്കിയവർ, ഭൂതങ്ങളെ പുറത്താക്കിയവർ, അവരുടെ ചില വീടുകൾ കുറ്റം പറച്ചിലിൻ്റെയും വേദികളാക്കി മാറ്റിയ വീടുകളെ എനിക്കറിയാം. കുറ്റമില്ലാത്ത ആരിലും ഒന്ന് കേട്ടാൽ കൊള്ളായിരുന്നു. നമ്മളെ നടത്തുന്നവർക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ ഒക്കെ കുറ്റവും കുറവുകളുണ്ട്. പക്ഷേ എൻ്റെ വീടിനെയും എൻ്റെ നാവിനെയും അത് പറയാനായി ഉപയോഗിച്ചാൽ, എപ്പോഴും ഓർത്തണം, എൻ്റെ നാവിൻ്റെ വാക്കുകൾ തന്നെയാണ് ദൈവം വരാനും പിശാച് വരാനുമുള്ള റൺവേ. നിന്റെ വാക്കുകളാകുന്ന റൺവേയിൽ വിശ്വാസത്തിൻ്റെ വാക്കൊന്ന് പറഞ്ഞു വിട്ട് നോക്കിക്കേ, ദൈവവും ദൂതന്മാരും ഫ്ലൈറ്റ് പോലെ അവിടെ ഇറങ്ങും. 11 ശിഷ്യന്മാർ 200 വെള്ളിക്കാശ് കൊണ്ട്
എങ്ങനെ നടക്കാനാ, ഇവർക്ക് എങ്ങനെ കൊടുക്കാനാ, നമ്മുടെ ഫണ്ടിൽ 200 ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ കൂടി ആലോചിച്ചപ്പോൾ കർത്താവിനും അനക്കമില്ല, ദൂതന്മാർക്കും അനക്കമില്ല. പക്ഷേ അന്ത്രയോസിന്റെ വാക്ക് യേശുവിനെ ചലിപ്പിച്ചു. അന്ത്രയോസ് 5 അപ്പവുമായി വന്നിട്ട് പറഞ്ഞു, നാഥ, ഒരു സാരവുമില്ല, ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പമുണ്ട്, പിന്നെ നീയും ഉണ്ടല്ലോ. നമ്മൾ വായിക്കുന്നു, കർത്താവ് പ്രവർത്തന നിരതനായി ആളെ ഇരുത്തുവീൻ. നിന്റെ പണമില്ലാഴികയല്ല പ്രശ്നം, നാവിലെ വാക്കാണ് വിഷയം. പണമില്ലാത്തതല്ല പ്രശ്നം, വിദ്യാഭ്യാസമില്ലാത്തതല്ല പ്രശ്നം, അയൽവക്കംകാരെതിരായതല്ല പ്രശ്നം, വീട്ടുകാരെതിർത്തതുമല്ല പ്രശ്നം, നാവാണ് പ്രശ്നം. ആര് വേണേ എതിർത്തോട്ടെ, ആര് വേണേ അത് ചെയ്തോട്ടെ ഇത് ചെയ്തോട്ടെ, നിന്റെ നാവ് കൊണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിച്ചു, നാം അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന ആദരഫലം, നമ്മുടെ നാവിന്റെ ഫലം ഭുജിക്കാൻ കർത്താവ് വന്നിപ്പുണ്ട്. സ്തോത്രം. ഞാൻ നട്ട അത്തിയിൽ എനിക്ക് ഭുജിക്കാൻ ഫലമുണ്ടോ? അറിയണം, ഈ ഫലം കർത്താവിനുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ സ്വഭാവങ്ങളാകുന്ന ഫലവും കർത്താവിനുള്ളതാണ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ഞാൻ ചിലയിടത്ത് വിട്ടുകൊടുത്തത്, ഞാൻ ചിലയിടത്ത് ക്ഷമിച്ചത്, ഞാൻ ചിലയിടത്ത് മിണ്ടാതിരുന്നത് എൻ്റെ കർത്താവിന് പ്രസാദകരമാണ്. പത്രോസ് പറയാണ്, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം ഒരുവൻ അന്യായമായി കഷ്ടം അനുഭവിച്ചാൽ, എനിക്കവിടെ അന്യായം സഹിക്കേണ്ട ഒരു ആവശ്യമില്ല, ചിലത് വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, എനിക്കും വേണേൽ വാദിക്കാം, വഴക്കുണ്ടാക്കാം, എൻ്റേതാ. പക്ഷേ ദൈവനാമം ദുഷിക്കുമല്ലോ, സുവിശേഷത്തിനൊരു പ്രശ്നം വരുമല്ലോ. ഞാൻ വിടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദകരം. കർത്താവിനെ സ്തുതിച്ച ദൈവത്തിൻ്റെ മക്കൾ, കർത്താവ് നിമിത്തം ഞാൻ എന്തെങ്കിലും വിട്ടുകളഞ്ഞാൽ 100 മടങ്ങായി 100 മടങ്ങായി ഈ ലോകത്തിൽ വെച്ച് തന്നെ അവൻ നൽകി തരിക തന്നെ ചെയ്യും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ദൈവമക്കളെ. ആമേൻ. അടുത്തിരിക്കുന്ന ആളുകൾ, നിന്റെ വായിലെ വാക്കുകൾ കർത്താവ് ഭുജിക്കുന്ന നല്ല ഫലങ്ങളാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നല്ല ഫലങ്ങളാണ്. നമുക്കതൊന്ന് കായ്ക്കണ്ടേ? കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യം ഒന്ന് ഓർത്തേ. വേണ്ട, ഇന്ന് രാവിലെ നമ്മുടെ വായിന്ന് വേണ്ടാത്തത് വന്നോ? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. ആരെ കേൾക്കുന്നവരാരൊക്കെയാ ഒന്ന് പറയാമോ? നമ്മുടെ വ്യാരും ചുറ്റുപാടുമുള്ളവരാന്ന്? നോ, യേശു, പരിശുദ്ധാത്മാവ്, ദൂതന്മാർ, എല്ലാവരും കേട്ടോണ്ടിരിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ നാവ് ഒന്ന് ഉപയോഗിക്കാൻ. കഴിഞ്ഞ ദിവസം ഇതേ സന്ദേശം ഞാൻ ഗൾഫിൽ പ്രസംഗിച്ചപ്പോൾ തങ്കു ബ്രദർ വന്നൊരു കാര്യം അത് കഴിഞ്ഞ് പറഞ്ഞു. ദൈവമക്കൾക്കൊരു ഗുണമുണ്ട്. ഈ ലോകത്തൊരു പറച്ചിലുണ്ട്, പറഞ്ഞു വിട്ട വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവമക്കൾക്കൊരു ഗുണമുണ്ട്, ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക കുറവ് തന്നു. പറ്റിപ്പോയി, തെറ്റിപ്പോയി. ഞാൻ ഇത്രയും നാളും പരാതി പറയുന്ന ആളായിരുന്നു, പെറുപെറുപ്പിൻ്റെ ആളായിരുന്നു, ശാപവാക്ക് എൻ്റെ വായിൽ നിന്ന് വരത്തുള്ളായിരുന്നു. നോ, ഞാൻ മാനസാന്തരപ്പെടുക. എന്നെ ഉപദ്രവിച്ച ആളെക്കുറിച്ച് ഞാനിനി ശാപവാക്ക് പറയില്ല, ഞാൻ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിൻ്റെ മുഴുവൻ കുഴപ്പങ്ങളും ക്യാൻസലായി പോവും. ഇത്രയും ഒരു പ്രിവിലേജ് പോരെ ദൈവത്തിൻ്റെ മക്കള്? പറ്റിപ്പോയി, തെറ്റിപ്പോയി. യേശുവിൻ്റെ രക്തത്തിന് അതെല്ലാം മാറ്റി നമ്മളെ അനുഗ്രഹിക്കാൻ കഴിവുള്ളതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. മറക്കരുത്, നിങ്ങളുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം ഒരു കപ്പലാണ്. നാവ് അതിൻ്റെ ചുക്കാനാണ്, യേശു അതിൻ്റെ ക്യാപ്റ്റനാണ്, കർത്താവിലുള്ള ഉറപ്പ് അതിൻ്റെ നങ്കൂരമാണ്. ഏത് കൊടുങ്കാറ്റും തിരമാലയും വരട്ടെ, കർത്താവിൽ ആശ്രയിച്ച് നിന്റെ വാ കൊണ്ട് പറയുന്ന വിശ്വാസത്തിൻ്റെ വാക്ക്, ധൈര്യത്തിൻ്റെ വാക്ക്, അത്ഭുതത്തിൻ്റെ വാക്ക് ഏത് പ്രതിസന്ധിയും മാറ്റി അത് നേരെ തന്നെ കൊണ്ടുവരും, അത് ലക്ഷ്യത്തിലെത്തും. ഒരു കൊടുങ്കാറ്റിനും തിരമാലയ്ക്കും അതിനെ തകർക്കാനൊക്കത്തില്ല. ഒരു രാജ്യത്തിനും രാജാവിനും ഒരു പ്രത്യേക ശാസ്ത്രത്തിനും ദൈവത്തിൻ്റെ പൈതലെ, നിന്നിൽ കർത്താവായ യേശു വാസം ചെയ്യുന്നതുകൊണ്ട്, നിന്റെ അധരങ്ങളാൽ സ്തോത്രം മാത്രം പറയുന്നത് കൊണ്ട്, ഏത് പ്രതിസന്ധിയിലും നന്ദിയുള്ളവരായി കർത്താവിലായിരിക്കുന്നത് കൊണ്ട് ഒരു കൊടുങ്കാറ്റിനും നിന്നെ തകർക്കാനൊക്കത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. 1 തിമോഥെയോസ് 1-ാം അധ്യായം
18 മുതൽ 20 വരെ. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നല്ല മനസ്സിൽ നിന്നേ നല്ല വാക്ക് വരുള്ളൂ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. നല്ല മനസ്സേതാ? യേശു വസിക്കുന്ന മനസ്സ്. യേശു നമ്മളിൽ എല്ലാം ഉണ്ട്. പക്ഷേ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രം നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും യേശുവിനാൽ നിറയണം, വാഗ്ദത്തങ്ങളാൽ നിറയണം, വചനങ്ങളാൽ നിറയണം. അതുകൊണ്ടാണ് ദൈവമക്കൾ പ്രാർത്ഥനയിലും ദൈവകൃപയിലും നമ്മൾ സദാസമയം കുറേ സീരിയലും കണ്ട് സിനിമയും കണ്ട് അവരോടും വർത്താനം പറഞ്ഞ് ഇവരോടും വർത്താനം പറഞ്ഞ് വല്ലപ്പോഴും ഒന്ന് പൊടി തട്ടി സഭായോഗത്തിന് വന്നാൽ അത് സംഭവിക്കില്ല. യേശു രക്ഷകനാണോ? രക്ഷകൻ തന്നെയാണ്. പക്ഷേ പത്രോസ് പറയാണ്, ക്രിസ്തുവിനെ രാജാവായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിപ്പിൻ. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ മനസ്സിൽ ക്രിസ്തു ഉണ്ടോന്നാ പത്രോസ് നമ്മളോട് ചോദിക്കുന്നു. ആമേൻ. ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്, സദാ നിങ്ങളുടെ അധരത്തിൽ കർത്താവിൻ്റെ നാമം ഏറ്റു പറയുന്ന സ്തോത്രയാഗം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ആരുമുണ്ടായിരിക്കണം? യേശു, വചനം. അതിനാ ബൈബിള് വായിക്കണം. അപ്പോസ്തലന്മാർ മുഖേന തന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏതൊരു സാഹചര്യത്തിൽ നമ്മുടെ ജഡം അവിടെ കയറി സംസാരിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ജഡം സംസാരിക്കാൻ ഒരുങ്ങിയാ നിൽക്കുന്നത്. പകരത്തിന് പകരം പറയാൻ, എടാന്ന് വിളിച്ചാൽ എന്തടാന്ന് വിളിക്കാൻ, നിരാശയുടെ വാക്ക് പറയാൻ, അവിശ്വസിക്കാൻ തയ്യാറായാണ് നമ്മുടെ വീണ്ടെടുക്കപ്പെടാത്ത ജഡം, ഫോളൻ നേച്ചർ. ജഡമെന്ന് പറഞ്ഞാൽ ഈ മാംസ ശരീരമല്ല. ഈ മാംസ ശരീരത്തിൽ വസിക്കുന്ന ആദാമിൻ്റെ വീഴ്ച വന്ന ഭാവമാ. അത് എന്നിലും നിങ്ങളിലും ഉണ്ട്. അത് ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പോടെ മാത്രമേ മാറുകയുള്ളൂ. അതുവരെ നിരാശ പറയുന്ന ഒരുവൻ നമ്മുടെ ഉള്ളിലുണ്ടില്ലേ? ഏതൊരു പ്രതിസന്ധി വന്നാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഭയവും നിരാശയുമാ വരിക. എന്നാൽ നമ്മുടെ അകത്ത് വേറൊരുവനുണ്ട്. അത് വളർച്ച പ്രാപിക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്ന. എപ്പോഴും കൂട്ടായ്മ വേണം. വചനം ഭക്ഷിക്കണം. ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയിൽ ഇട്ടിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദൈവസ്ഥലിരിക്കണം, ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കണം, സാക്ഷ്യം കേൾക്കണം, വചനം കേൾക്കണം, വാക്യം ഏറ്റു പറയണം. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് പകരം രാവിലെ മുതൽ രാത്രി വരെയുള്ള സീരിയൽ കണ്ട് അവരുടെ വാക്ക് ഇവരുടെ വാക്കും കേട്ട് വാട്സാപ്പിൽ വരുന്നു, ഫേസ്ബുക്കിൽ വരുന്നു, മാത്രം വായിച്ചും കേട്ടും ഇതിനു വേണ്ടി നമ്മളുടെ ഈ വിലപ്പെട്ട മനസ്സ്, നമ്മുടെ വിലപ്പെട്ട ഹൃദയം, വാട്സാപ്പിൽ പോകണ്ടെന്നോ ഫേസ്ബുക്കിൽ പോകണ്ടെന്നോ അല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു സീരിയൽ കണ്ടാൽ ഉടനെ നരകത്തിൽ പോകുന്നു അല്ലേ ഞാൻ പറഞ്ഞത്. സ്തോത്രം. വിലപ്പെട്ടൊരു നാവും വിലപ്പെട്ടൊരു മനസ്സും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന പവർഫുള്ളായ ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇടവിടാതെ സ്തോത്രം ചെയ്യണം. കൈ കൊടുത്ത് പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, പിന്നെ കുറ്റം പറയാൻ എവിടെ ഇടം കിട്ടും? സ്തോത്ര 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 സ്തോത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറ്റം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതാ എൻ്റെ ഗുണം. അതിനെ ഇടപെടാതെ സ്തോത്രം ചെയ്യേണ്ടത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുമുഖം കണ്ട് ഹൃദയത്തിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടാത്തത് കാണാൻ തോന്നുമോ? തോന്നത്തില്ല. എന്തിനാ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ശരീരത്തിലായതുകൊണ്ടാണ്. നമ്മൾ ശരീരത്തിലാകുമ്പോൾ ദോഷകരമായ ഇൻഫ്ലുവൻസ് നമ്മുടെ വാക്കുകളെയും നമ്മുടെ ചിന്തയെയും നമ്മുടെ മനസ്സിനെയും എല്ലാം ബാധിക്കുന്ന ഒരു ലോകത്ത് ഞാൻ എന്നെ തന്നെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. എൻ്റെ കപ്പലിൻ്റെ നങ്കൂരം കർത്താവിൻ്റെ കയ്യിലും എൻ്റെ നാവിൻ്റെ പിടി യേശുവിൻ്റെ കയ്യിലുമാണോ, ഒരു തിരമാലയിലും തകരത്തില്ല. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നിനക്കെതിരെ ഒന്നും നിൽക്കത്തില്ല. ഏത് കൊടുങ്കാറ്റിനെയും കീറി മുറിച്ചത് മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് മാനസാന്തരപ്പെടേണ്ടിടത്തൊന്ന് മാനസാന്തരപ്പെടാം. എൻ്റെ കർത്താവേ, എൻ്റെ മനസ്സ് നിറയെ നീ ആയിരിക്കട്ടെ, എൻ്റെ വീട് നിറയെ നീ ആയിരിക്കട്ടെ, എൻ്റെ ചിന്തകൾ നിറയെ നീ ആയിരിക്കട്ടെ, എൻ്റെ നാവിൽ നിറയെ സ്തോത്രമായിരിക്കട്ടെ. ഞാൻ എപ്പോഴും വാഗ്ദത്തങ്ങൾ ഏറ്റുപറയട്ടെ. കർത്താവ് എൻ്റെ അധരങ്ങളിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കട്ടെ. ഇവിടെ ഇതാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. നല്ല മനസ്സാക്ഷിയുള്ളവനാകുക. പറഞ്ഞാട്ടെ, എന്താണ്? സ്തോത്രം. നല്ല മനസ്സാക്ഷി എങ്ങനെ കിട്ടും? രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ട്. പക്ഷെ പിന്നെന്തിനാ നല്ല മനസ്സാക്ഷിയുള്ളവനാകാൻ പറയുന്നേ?
ഐ ഹാവ് ടു കീപ്പ് ഇറ്റ്. എൻ്റെ ചിത്തവും മനസാക്ഷിയും അഴുക്കാകാതെ ഞാൻ സൂക്ഷിക്കണം എന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ ദൈവപൈതലാണേലും പറ, രോഗിയെ സൗഖ്യമാക്കുന്നുണ്ടെങ്കിലും ചിത്തവും മനസാക്ഷിയും അഴുക്കാവും. അഴുക്കാകാതിരിക്കണമെങ്കിൽ എൻ്റെ ചിന്തകൾക്ക് ഞാൻ കാവൽ നിർത്തണം. ഞാൻ കേൾക്കുന്ന പ്രസംഗങ്ങൾ പോലും സൂക്ഷിച്ച് കേൾക്കണം. കേൾക്കുന്നതെല്ലാം മനസ്സിലോട്ട് കയറ്റരുത്. അപ്പോസ്തലന്മാർ പറഞ്ഞതിന് ചേരാത്ത ഒരു വചനവും എൻ്റെ ഉള്ളിൽ ഞാൻ വെക്കരുത്. ആരിലും വന്ന് ഭയപ്പെടുത്തുന്ന ഒരു ദൂത് പറഞ്ഞ ഉടനെ ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രൈസലോ. കൈവിടുത്ത് പറ, കാഴ്ചയുള്ളവരുടെ പ്രവചനം എടുക്കാവുള്ളൂ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ നോക്കിക്കുക. അപ്പോസ്തലന്മാർ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ, പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കേട്ടവർക്ക് എന്തുണ്ടായി? മഹാ സന്തോഷമുണ്ടായി. ഭീതി മാറി, ഭയം മാറി, ആകുലം മാറി, ജീവിതത്തിൽ വരേണ്ട ക്രമീകരണങ്ങൾ വന്നു. പക്ഷെ ആരും ഭയം നല്ല യോഗം വിട്ട് മാറിയത്. അവര് തുള്ളിച്ചാടി സന്തോഷിച്ചുകൊണ്ട് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ വാക്ക് നമ്മളിൽ എന്തുണ്ടാക്കും? സന്തോഷം ഉണ്ടാക്കും. ആ സന്തോഷം പ്രാപിച്ച വ്യക്തിയാണ് നല്ല മനസാക്ഷിയുള്ള വ്യക്തി. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ തോക്ക് വെടിവെക്കേണ്ട ആളെ വെടിവെക്കാതെ ചുമ്മാ അയൽവക്കത്തോട്ട് വെടിവെക്കുക. നമ്മുടെ മോനെതിരെ നമുക്കെതിരെ ദോഷങ്ങളെല്ലാം ചെയ്തത് ആരാ? പറഞ്ഞേ, കൈ കൊടുത്ത് പറഞ്ഞേ, തോക്ക് വെക്കേണ്ടിടത്തോട്ട് വെക്കാൻ പറഞ്ഞു. ചുമ്മാ നമ്മൾ തമ്മിൽ വെടിവെച്ച് നമ്മുടെ ആയുധം കളയുക. അടുത്തിരിക്കാൻ എനിക്കിട്ട് എന്തിനാ വെടിവെക്കുന്നത്? ഞാനൊരു പാവ. ഇതാണ് സാത്താൻ്റെ പണി. അമ്മയുടെയും അമ്മായിയമ്മയുടെയും മരുമോടെയും അയൽവക്കംകാരൻ്റെയും നമ്മളെ നടത്തുന്ന ദൈവദാസന്മാരുടെയും കാര്യം പറഞ്ഞ് ഉള്ള ബുള്ളറ്റെല്ലാം കളയുക. കൂടുതലൊന്നും പറയണ്ട, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും സമയാകുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ട സാത്താനെ, നിന്റെ പണി ഈ വീട്ടിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ആരാധിച്ചോ? ദൈവത്തിൻ്റെ മക്കളൊന്ന് ആത്മാവിൽ ആരാധിച്ചു. നല്ലതാ. ഈ ആരാധനയിൽ അകം ബലപ്പെടും. നാവൊക്കെ ഒന്ന് ചലിക്കട്ടെ. ഈ ലോകത്തിലെ ഒരപ്പൻ, ഞാനടക്കം എൻ്റെ ജീവിതകാലം മുഴുവൻ കുറേ അധ്വാനിച്ചു, കുറേ വസ്തുക്കൾ ഉണ്ടാക്കി. ഇപ്പം ഞാൻ എൻ്റെ മക്കളുടെ കാര്യം ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നവർക്ക് കോളേജിലേക്കുള്ളത്, അവരെ വിവാഹം കഴിക്കണമെങ്കിൽ അതിനുള്ളത് പിന്നുള്ളതൊക്കെ നോക്കുക. നമ്മളെല്ലാവരും അത് ചെയ്യാമല്ലേ? വീടുണ്ടാക്കുന്നു, പണം കരുതി വെക്കുന്നു. അവരെ നമ്മളെപ്പോഴും അത് ഏൽപ്പിക്കും. നമ്മൾ വിലപ്പെട്ടതും എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇന്നടത്ത് ഇന്ന വസ്തുവുണ്ട്, ഇന്ന പോലെയാണ്, ഇന്നടത്ത് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, ഇന്നയാൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വിലപ്പെട്ടതെല്ലാം പറഞ്ഞ് നമ്മൾ ഏൽപ്പിക്കത്തില്ലേ? പക്ഷെ നമ്മുടെ കർത്താവ് 3.5 വർഷം ചിലതെല്ലാം ചെയ്തു. ഒടുവിൽ ക്രൂശിൽ താൻ മരിച്ചു. എന്നിട്ട് ചില സമ്പാദ്യങ്ങളൊക്കെ നേടി. എന്നിട്ട് പോകാൻ നേരത്ത് ഇതുപോലെ നമ്മളെ ഏൽപ്പിച്ചത് എന്താന്ന് പറയാവോ? വാക്കുകൾ. ഞാൻ എൻ്റെ മോനോട് പറയും, മോനെ, ജീവിതം ശരിയാകാൻ, അങ്ങനെ പോകാൻ നീ അത്യാവശ്യം വന്നാൽ പൈസ ഇന്നടത്തുണ്ട്, ഇന്നതെടുത്തോണം പറയും. നമ്മുടെ കർത്താവ് ഈ ശിഷ്യന്മാരെ ലോകരാജ്യങ്ങൾ അയക്കുകയല്ലേ? എന്നാൽ കുറെ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ കൊടുത്തോ? കൊടുത്തില്ല. പ്രസംഗം പഠിപ്പിച്ചു കൊടുത്തോ? കൊടുത്തില്ല. പിന്നെ എന്ത് പറഞ്ഞു? യൂസ് യുവർ ടങ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി എൻ്റെ സുവിശേഷം പറ. നിന്റെ വായിലാണ് എൻ്റെ അത്ഭുതം വെച്ചിരിക്കും. നിന്റെ നാവായിരിക്കും. ഞാൻ ഈ ക്രൂശിൽ നേടിയതും, ഞാൻ ഈ കഷ്ടപ്പെട്ടതും, ഞാൻ ഈ നേടിയതും, അത് മുഴുവൻ ഒരാധാരത്തിലല്ല, നിന്റെ നാവില. ഞാൻ ഈ നേടിയത് മുഴുവൻ ബാങ്കിന്റെ ലോക്കറിലല്ല, നിന്റെ നാവില. പ്രൈസ് ദി ലോർഡ്. എവിടാ വെച്ചത്? ക്രൂശിൽ കർത്താവ് നേടിയ വീണ്ടെടുപ്പിന്റെ പവർ എവിടാ വെച്ചത്? രോഗസൗഖ്യത്തിന്റെ പവർ എവിടാ വെച്ചത്? അനുഗ്രഹത്തിന്റെ പവർ എവിടാ വെച്ചത്? ശാപം മാറാനുള്ള പവർ എവിടാ വെച്ചത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എല്ലായിടത്തും പോയി സുവിശേഷം
പറയണം. നാവ് ഉപയോഗിക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അതെങ്ങനെ ഭൂതത്തെ പുറത്താക്കുന്ന? JCB കൊണ്ടാണോ? പിന്നെ രോഗികളുടെ മേൽ കൈവച്ച് എൻ്റെ നാമം കൽപ്പിക്കുമ്പോൾ രോഗി സൗഖ്യമാവും. എവിടെയാ ഉപയോഗിക്കേണ്ടത്? പക്ഷെ എന്നിട്ട് കർത്താവ് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോകരുത്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകും. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളുടെ മേൽ അയക്കും. ഇത് കേട്ട് പഠിച്ചു പോകരുത്. സ്വന്തം കഴിവിൽ നാക്കുപയോഗിക്കരുത്. സ്വർഗീയ കഴിവ് നിങ്ങളുടെ മേൽ വരും. അപ്പൊ യേശു താൻ സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പ് പറഞ്ഞത് നാക്കുപയോഗിക്കുന്ന കാര്യം. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നപ്പോൾ തൊട്ടതും നാവിനെയാ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടി ഇരുന്ന് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. പറ പറ. കാലുകൾ അല്ല, കണ്ണുകളല്ല, കൈകൾ അല്ല, പണങ്ങളല്ല, ബാങ്കുകളല്ല. താങ്ക്സ്, 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 താങ്ക്സ്. വാക്കുകൾ, നാവുകൾ. ദൈവമക്കളെ, നമുക്ക് മറ്റൊരു പേരുണ്ട്, വ്രതസ്ഥന്മാർ. എന്താണ്? കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കാൻ സാത്താൻ നോക്കും. നമ്മുടെ വ്രതം ഇന്ന ഭക്ഷണം കഴിക്കില്ലെന്നോ ഇന്ന ദിവസം കഴിക്കില്ലെന്നോ ഒന്നുമല്ല. നമ്മുടെ വ്രതം മൗനവ്രതമല്ല. വേണ്ടാത്തതൊന്നും സംസാരിക്കത്തില്ല. നിന്റെ ജീവിതം അത്ഭുതമാവും. ഞാൻ ഈ സന്ദേശം കോട്ടയത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ശുശ്രൂഷക മീറ്റിങ്ങിലും ശുശ്രൂഷകരോട് ഇത് പറഞ്ഞപ്പോൾ പല ശുശ്രൂഷകരും, നമ്മുടെ ഡയോസിസ് പാസ്റ്റർമാരിൽ ചിലർ ശുശ്രൂഷകർ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ, വാസ്തവത്തിൽ കർത്താവ് ഞങ്ങളെ തൊട്ടു. പലപ്പോഴും ഇത്രയും ഇമ്പോർട്ടൻ്റാണ് നമ്മുടെ വായിലെ വാക്കുകളെന്ന് ഞാൻ ഓർത്തില്ല. തിരുവചനം പറഞ്ഞു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും വായിന്ന് പുറപ്പെടരുത്. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയല്ലാത്തത് ഒന്നും ആദ്യത്. സ്തോത്രം അത്രേ വേണ്ട. വെറും ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നേ, ആത്മാവിലൊന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നേ, അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതം മാറും. എൻ്റെ ഇന്ന കാരണത്തിലെല്ലാം കാരണക്കാരിന്നോരാ, അവരാ, ഇവരാ, പഴിക്കുന്ന വാക്കുകൾ അവസാനിപ്പിച്ച്, ഇന്ന് ഇത്രയേ ഉള്ളോ, കയ്യിലിച്ചിരി കുറവാണോ, ബുദ്ധിമുട്ടാണോ, കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറയുമ്പോൾ തന്നെ വഴി തുറക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, അനുതപിക്കാം, മാനസാന്തരപ്പെടാം. നമ്മുടെ നാവിൽ നല്ല വചനങ്ങൾ, ശുഭവചനങ്ങളാൽ നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. ഞങ്ങൾക്കൊരു രൂപാന്തരം, മാനസാന്തരം ആവശ്യമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്ന നാവിൽ കൂടെ വരും. ഞങ്ങളുടെ ഹൃദയം കർത്താവ് കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. രാജാവായ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുകയും ഞങ്ങളുടെ അധരങ്ങളിൽ കൂടെ സ്തോത്രവും നന്മകളും ക്രിയേറ്റീവായിട്ടുള്ള വാക്കുകളും ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ കൃപ തരുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അധരങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ തന്നെ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി എന്ന് വായിക്കുന്നത് പോലെ എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിയട്ടെ. ആർത്രൈറ്റിസ് രോഗം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോ സന്ധികളും വിങ്ങി നിൽക്കുന്ന രോഗം വിട്ടുമാറട്ടെ. വർഷങ്ങളായ തലവേദന സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഞാൻ വളരെ വിചിത്രമായൊരു കാര്യം എൻ്റെ ഉള്ളിൽ വരുന്നു. ഈ തലയ്ക്ക് അടി കൊള്ളുന്നത് പോലെ ഒന്ന് സംഭവിക്കും. ശരിക്കും അടി കിട്ടുകയല്ല, ആൾ താഴെ വീഴുന്ന പോലെ മയങ്ങി വീഴുന്ന ഒരു രോഗബന്ധനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതലാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിലെ വേദനകൾ, അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിനെക്കുറിച്ച് വളരെ ഭാരപ്പെടുന്ന ഗർഭകാലപരമായ പ്രശ്നങ്ങളിൽ
എന്നെ കേൾക്കുന്ന 1-2 പേരല്ല, കുറേ സഹോദരിമാർ എന്നെ കേട്ടോണ്ടായിരിക്കുന്ന. ഒന്നും സംഭവിക്കത്തില്ല, ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു പൈതൽ കർത്താവ് തരും. അടുത്ത ടെസ്റ്റിൽ ഡോക്ടേഴ്സ് പറയും അത്ഭുതം നടന്നിരിക്കുന്ന ഉദരത്തിൽ നിന്ന് കൈവച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റു പല രോഗങ്ങളാൽ പ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, സാമ്പത്തിക പ്രശ്നമുള്ളവർ, ഈ ദിവസങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർഷകർ, ജീവിതത്തിൻ്റെ ഓരോ തുറകളിലും പ്രവർത്തിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരം നീട്ടണം. ഞങ്ങളുടെ കർത്താവെ അധികാരികൾക്ക് വേണ്ടി, രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി, ഞങ്ങളുടെ സഭാ നേതാക്കന്മാർക്ക് വേണ്ടി, മത നേതൃത്വങ്ങളുള്ളവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനനായകന്മാരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗീയമായ പരിജ്ഞാനം കൊടുക്കണമേ. ക്രിസ്തുവിൻ്റെ മഹത്വം എല്ലാ ഹൃദയങ്ങളിലും ഉദിക്കണമേ. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ മിഷൻ മന്ത്സിൽ ഇതുവരെയും പങ്കാളികളാകാൻ കഴിയാത്തവർ ഒന്നിച്ച് പങ്കാളികളാകണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. തോമസ് ഊട്ടി ബ്രദർ UK-യിൽ ശുശ്രൂഷിക്കുന്നു. കേംബ്രിഡ്ജ്, ജൂൺ 5 വെള്ളി വൈകിട്ട് 6 മണിക്ക്. സ്റ്റെയിൻസ്, ജൂൺ 6 ശനി രാവിലെ 10-ന്. വെസ്റ്റ് ക്രോയ്ഡോൺ, ജൂൺ 6 ശനി വൈകിട്ട് 6 മണിക്ക്. ബർമിംഗ്ഹാം, ജൂൺ 7 ഞായർ രാവിലെ 10-നും ഉച്ചതിരിഞ്ഞ് 2-നും. ബോസ്റ്റൺ, ജൂൺ 7 ഞായർ വൈകിട്ട് 5 മണിക്ക്. ബെൽഫാസ്റ്റ്, ജൂൺ 12 വെള്ളി വൈകിട്ട് 6-ന്. മദർവെൽ, ഗ്ലാസ്ഗോ, ജൂൺ 14 ഞായർ. തോമസ് കുട്ടി ബ്രദർ അയർലൻഡിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 13 ശനി, ഡബ്ലിൻ. കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ വിളിക്കുക. തോമസ് കുട്ടി ബ്രദർ ജൂൺ 16 ജർമ്മനിയിൽ ശുശ്രൂഷിക്കുന്നു. തോമസ് കുട്ടി ബ്രദർ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 19 വെള്ളി. ശുശ്രൂഷൽ വൈകിട്ട് 7 മുതൽ 9 വരെ. യോങ്കേഴ്സ്, ജൂൺ 20 ശനി വൈകിട്ട് 7 മുതൽ 9 വരെ. കേരള സെൻറ്റർ, എൽമോണ്ട്, ക്യൂൻസ്, ജൂൺ 21 ഞായർ രാവിലെ 9:30 മുതൽ 12:30 വരെ. കേരള സെൻറ്റർ, എൽമോണ്ട്, ക്യൂൻസ്. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे